ഹായ്, ഇന്ന് ഞാനൊരു നാടൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. നേന്ത്രപ്പഴം പുളിശ്ശേരി. ഇതിന് നമ്മൾ ഏത്തപ്പഴം പുളിശ്ശേരി എന്നും പഴം പുളിശ്ശേരി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇതും ഇഷ്ടമാവും. അത്രയും ടേസ്റ്റാണ്, ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഏത്തപ്പഴം, അതായത് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുത്ത ഒരു ഏത്തപ്പഴമാണിത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഓവറായിട്ട് പഴുക്കാൻ പാടില്ല. ഇനി നമുക്കിത് ചെറിയ പീസസ് ആയിട്ട് നമുക്കൊന്ന് മുറിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം എല്ലാം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല എരിവുള്ള 3 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/4 ഗ്ലാസോളം വെള്ളം കൂടെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ പഴമൊക്കെ നന്നായി വെന്ത് ഈ വെള്ളമൊക്കെ വറ്റി വരുന്ന വരെ നമുക്ക് വേവിക്കണം. പഴം നന്നായിട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 പിടി ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതായത് ഒരു 10 ടേബിൾ സ്പൂണോളം തേങ്ങ ഉണ്ടാവും. ഇതിലേക്ക് ഞാൻ ഒരു 8 മണി കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/4 ടീസ്പൂണോളം നല്ല ജീരകം, അതായത് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് 1.5 കപ്പോളം തൈരാണ്. ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കട്ടിയൊന്നും ഉണ്ടാവാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എന്തെങ്കിലും കട്ടിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് പതുക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതി, കൂടുതൽ അടിക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കുക. ഇപ്പം ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ അത്യാവശ്യം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. കട്ടയില്ലാത്ത തൈര് തന്നെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് പതുക്കെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കുക. നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ കളർ കിട്ടുന്നവരെ ഒന്ന് ഇളക്കുക. തൈര് ചേർത്തതിന് ശേഷം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂടുതൽ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോവും. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ അവിടെയൊക്കെ ഈ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ പഞ്ചസാര ചേർക്കാറുണ്ട്. ഒരു നല്ല മധുരം ഉണ്ടാവും ഈ കറിക്ക്. അപ്പോൾ പഞ്ചസാര ചേർക്കാൻ ആഗ്രഹമില്ലാത്തവർ ചേർക്കണ്ട. അപ്പോൾ ചിലവർക്കൊന്നും മധുരം അത്ര ഇഷ്ടം ഉണ്ടാവില്ല കറിയിൽ. അപ്പം അങ്ങനത്തൊരൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് കടുക് താളിക്കാം. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 10 മണി ഉലുവയും അതേപോലെ തന്നെ 2 വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പിലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക. അവസാനമായിട്ട് ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇപ്പം തന്നെ ഇളക്കേണ്ട ഇത് നമുക്ക് മൂടി വെക്കാം. എന്നിട്ട് നമ്മൾ വിളമ്പാൻ നേരം ഇത് തുറന്നൊന്ന് ഇളക്കിയെടുത്താൽ മതി. അങ്ങനെ നമ്മളുടെ പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരി പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പുളിശ്ശേരിയാണിത്. മാമ്പഴമൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കൊന്നും വേണ്ട. അതിന് പകരമായിട്ട് നമ്മൾ ഈ നേന്ത്രപ്പഴം കൊണ്ട് നമുക്ക് ഈ പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്